കുറച്ചു നേരം മോളെക്കുറിച്ച് എന്നെ ആലോചിച്ചിരുന്നപ്പോ എന്തോ ഒരു അസ്വസ്ഥത പോലെ. മോളെ വീട്ടിൽ ചെന്നിട്ട് വിളിക്കണേ. എന്നെക്കുറിച്ച് എന്തിനാ മാഡം ടെൻഷൻ? വേറെ ആരെക്കുറിച്ച് എനിക്ക് ടെൻഷനുള്ളേ? മോളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ചിന്തിക്കുന്നേ. ഫിദ മാഡം പേടിക്കണ്ട. ഞാൻ ദേ ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകാൻ വേണ്ടി പോവാ. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഞാൻ ചെന്നിട്ട് വിളിക്കാം. ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫിദ മാഡത്തിന് ഭയങ്കര ടെൻഷനാ. എപ്പോഴും എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. ചിലപ്പോൾ പാതിരാത്രിയിലൊക്കെ വിളിച്ചു കളയും. ഞാൻ എന്നാ വാ കഴുകട്ടെ. അയ്യോ അല്ല മോളെ, കുറച്ചുകൂടെ കഴിക്കേ. വേണ്ട, ഞാൻ ഇപ്പം ഇറങ്ങുന്ന ഫിദ മാഡത്തിനോട് പറഞ്ഞുപോയി. മേഡം, ഒപ്പിടുന്ന കാര്യം പറയുന്നില്ലേ? വരട്ടെ. എന്തായിരിക്കും ആ ഫംഗ്ഷൻ? ഇങ്ങനൊരു ഫംഗ്ഷനുള്ള കാര്യമൊന്നും മോള് പറഞ്ഞില്ലല്ലോ. ഇനി ആലോചിച്ചിരിക്കാൻ വേറൊരു കാര്യം കൂടി കിട്ടി. ശ്യാമേ, മോളെ തിരിച്ചു വന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞല്ലോ. ഇനി അതല്ല അതിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ കഴിഞ്ഞ് നേരെ സ്കൂളിലോട്ട് വരാൻ പറ മോളോട്. നമുക്ക് അങ്ങോട്ട് പോവാം. വേണ്ട. എങ്കിൽ സമയം കളത് കഴിച്ചു തീർക്ക്. മോളെ, അമ്മയ്ക്ക് മോളോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എന്നോടെന്താ സീരിയസ് ആയിട്ട് സംസാരിക്കാനുള്ളത്? അത് അമ്മയുടെ പേരിലുള്ള മോൾക്കുള്ള സ്വത്തിന്റെ കാര്യങ്ങളൊക്കെയാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്കതൊന്നും വേണ്ട കേട്ടോ. സ്വത്തിന്റെയോ കാശിന്റെയോ പ്രമാണത്തിന്റെയോ ഒരു കാര്യം എന്നോട് പറയാൻ നിൽക്കണ്ട. എനിക്കത് താല്പര്യമില്ല. ഞാൻ നിൽക്കില്ല. പോട്ടെ. എല്ലാം വെറുതെ ആയല്ലോ മേഡം. പിറന്നാളല്ലാത്തൊരു ദിവസം പിറന്നാൾ ഒരുക്കി. അത് മുടങ്ങാതിരിക്കാൻ വേണ്ടി അസുഖം അഭിനയിച്ചു. പക്ഷേ ഫലിച്ചില്ല. കൃത്യസമയത്ത് ആ വിളി വന്നത്. വേഷം മാറിയാലും സ്വന്തം അമ്മയല്ലേ മേഡം? സോ വാട്ട്? ഞാൻ എന്റെ ആഗ്രഹങ്ങളൊക്കെ മടക്കി കെട്ടി എന്റെ വഴിക്ക് പോണോന്നാണോ? അയ്യോ മേഡം, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പണത്തില് താല്പര്യമില്ല, പദവിയിലും താല്പര്യമില്ല. എവിടെയോ വളർന്നതാണെങ്കിലും അമ്മയുടെ ഗുണഗണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ സോണി നോക്കിക്കോ, ഒരു ദിവസം ഞാനവളെ പൂട്ടും. അതിനുശേഷം അവളുടെ അമ്മയെയും. അച്ഛാ, ആ വാ. എന്താ അച്ഛാ, എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. പറയാം, ആദ്യം നീ ഇരിക്ക. ഏട്ടൻ എന്തെങ്കിലും കാര്യം അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുകയാണോ? എടാ, നിന്നെ വിളിച്ചതുപോലെ എന്തോ കാര്യം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ അച്ഛൻ എന്നെ വിളിച്ചു. അല്ലാതെ കാര്യം എന്താന്ന് എനിക്കും അറിയില്ല. ആ, നിങ്ങൾ രണ്ടുപേരുടെയും സംസാരം കേട്ടാൽ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരാളാണ് ഞാനെന്ന് തോന്നുമല്ലോ. ഞാൻ അത്ര കുഴപ്പം പിടിച്ച ആളാണോ? അച്ഛൻ കാര്യം പറ. വേറൊന്നുമല്ല, സൂര്യയുടെ എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കാൻ പോവാൻ പറഞ്ഞിരുന്നല്ലോ. ആ, അതിനെന്താ, ഏട്ടൻ തയ്യാറാണല്ലോ? അതെ, അവൻ തയ്യാറാ. പക്ഷേ നീ കൂടി അവൻ്റെ ഒപ്പം പോണം. പിന്നെ ഞാനെങ്ങനെ പോവും? ഓഫീസിലെ കാര്യങ്ങൾ നോക്കണ്ടേ? ഓഫീസിലെ കാര്യങ്ങൾ തൽക്കാലം ഞാൻ നോക്കാം. സൂര്യക്കിപ്പോ ഒരു കൂട്ട ആവശ്യമുണ്ട്. ബിജുവിനെ പറഞ്ഞു വിടാമായിരുന്നു. എന്നാൽ അത് നീ നോക്കുന്ന പോലെ ആവില്ലല്ലോ. അച്ഛാ, അവനെ ബുദ്ധിമുട്ടിക്കണ്ട.
എനിക്കിപ്പോ തനിച്ചു പോകാൻ എന്താ ബുദ്ധിമുട്ട്? മാത്രമല്ല പണ്ട് വീട്ടിലേക്ക് വരുന്നില്ലെന്ന് തീരുമാനിച്ചവനാ. ഇപ്പോ വീട് വിട്ട് പോവാൻ ബുദ്ധിമുട്ടുവാ. കുറച്ചു ദിവസത്തെ കാര്യല്ലേ, നിങ്ങൾ ഒന്നിച്ചൊന്ന് പോയിട്ട് വാ. അച്ഛ, അത് ശരിയാവില്ല. എന്താ, ഏട്ടനോടൊപ്പം പോകാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഏട്ടനോടൊപ്പം പോകാൻ സന്തോഷം തന്നെയാ. അപ്പൊ ആ സന്തോഷം അങ്ങ് ഏറ്റെടുത്തോ, അത്ര തന്നെ. ഓഫീസിലെ കാര്യങ്ങൾ അച്ഛൻ നോക്കുമെങ്കിൽ നീ വാടാ. എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് 1-2 ബിസിനസ് പ്ലാനും കൂടി ഉണ്ട്. നമുക്കത് അവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. ഗുഡ്, അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ എന്തായാലും യാത്രയ്ക്കൊരു ഉദ്ദേശമായല്ലോ. അച്ഛ, എനിക്കിപ്പോ ഈ വീട് വിട്ടു പോകുന്നത് അത്ര ഇഷ്ടമല്ല. എടാ, വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളത്തേക്ക് എന്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. നമ്മുടെ ജീവിതം എവിടെയെങ്കിലും തളച്ചിടപ്പെടാനുള്ളതല്ല. എന്ത് പ്രശ്നം വന്നാലും അതിനെല്ലാം ഫൈറ്റ് ചെയ്യണം. അച്ഛാ, വേണ്ട, നിങ്ങൾ ഒന്നിച്ചു പോകുന്ന കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിന് മാറ്റമില്ല. നമുക്ക് അടിച്ചു പൊളിക്കാടാ. നിനക്കൊരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്താ മുത്തശ്ശി ചെയ്യേണ്ടത്? എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഞാനിവിടെ ഇല്ലാതിരുന്ന അവരാ തക്കം നോക്കി രാധിക ദ്രോഹിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരാ ഇഷ്ടം മായ്ച്ചു കളയും. അവളുടെ മനസ്സിൽ നിന്ന് നിന്നെ ആർക്കും മായ്ച്ചു കളയാനൊന്നും പറ്റില്ല. അതിനെക്കുറിച്ചൊന്നും നീ പേടിക്കണ്ട. എനിക്ക് അയാളെ കാണാതിരിക്കാൻ പറ്റില്ല, ഒരു നിമിഷം പോലും. അങ്ങനെയാകുന്ന ശരിയല്ലല്ലോ. എത്ര വലിയ പ്രണയമായാലും അതിന്റെ തീവ്രത അറിയാൻ എന്താ മാർഗമെന്ന് അറിയൂ. ഇടയ്ക്കൊന്ന് കാണാതിരിക്കുക എന്നത് അപ്പോ മനസ്സിൽ കിട്ടുന്ന വേദനയാടാ ശരിക്കുള്ള പ്രണയം. അതെ, പഠിച്ചു വെച്ച് ഓരോന്ന് പറഞ്ഞാ പോരാ. അനുഭവിക്കുന്നവന്റെ മാനസികാവസ്ഥ കൂടി ഒന്ന് അറിയണം. നിനക്കിപ്പോ എന്താ വേണ്ടേ? പോകുന്ന വിഷയത്തിൽ നിന്ന് ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പരമേശ്വരൻ അത് സമ്മതിക്കില്ല. അതെ, എന്റെ ടെൻഷൻ മുത്തശ്ശിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിനെ സ്ഥിരമായി പരിഹരിക്കാൻ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. നിന്റെ അച്ഛനോട് കാര്യങ്ങൾ തുറന്നു പറയേ. അച്ഛനോടോ? പിന്നല്ലാതെ. പരമേശ്വരനോട് കാര്യങ്ങൾ തുറന്നു പറയാതെ പിന്നെ എങ്ങനെയാ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുക നിങ്ങൾക്ക്? സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയണം. നീ രാധികയാണ് താലി കെട്ടിയെന്ന് അറിഞ്ഞാല് പരമേശ്വരന്റെ മുമ്പില് വേറെ മാർഗം എന്താ? നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ലേ? നാളെ നേരെ ഒന്ന് വിളിക്കട്ടെ. നീ എസ്റ്റേറ്റിലേക്ക് പുറപ്പെടും മുമ്പ് ഞാൻ പരമേശ്വരനോട് കാര്യങ്ങളൊക്കെ പറയാം. അല്ലെങ്കിലും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലടാ. നമുക്ക് നോക്കാം. ആ, മുത്തശ്ശി പറഞ്ഞ പിന്നെ എനിക്ക് ധൈര്യമാ. ആ, ഇനിയിപ്പോ ഞാൻ അതിന്റെ തയ്യാറെടുപ്പില്ല. നാളെ അച്ഛന്റെ ചോദ്യങ്ങളൊന്ന് നേരിടാൻ. എന്നാലേ ചെന്നിരുന്ന് പഠിച്ചോ. പരീക്ഷാകാലത്ത് നീ രാത്രി ഇരിക്കാറില്ലേ? അതുപോലെ ജീവിതമായി ഇപ്പൊ ടെസ്റ്റ്. അത് നീ മറക്കണ്ട. അതെ, ജീവിതമാണ് ടെസ്റ്റെങ്കിലേ ബാക്കി റാങ്ക് ഞാൻ അങ്ങ് വാങ്ങിക്കും. ആ
പരമേശ്വര, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? അത് നമ്മുടെ കുടുംബത്തിനെ ബാധിക്കുന്നൊരു കാര്യം. ചില കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നിയാല് എത്ര വൈകിയാലും നമ്മളത് തിരുത്തണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ശരി. അതിപ്പോ നമ്മുടെ കുടുംബത്തിൽ എന്താ തെറ്റായ ഒരു കാര്യം? എനിക്ക് പറയാനുള്ളത് രാധിക മോളെ കുറിച്ച്. ഇതിനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഞാനിത് പറഞ്ഞേ പറ്റൂ. അയ്യോ, മോളെ, അയ്യോ മോളെ, പ്രിയേ, മോളെ പ്രിയങ്ക, എന്തു പറ്റി? പ്രിയേ, ഏ? പ്രിയേ, പ്രിയേ, കണ്ണു തുറക്ക്. ഏയ് എന്ത് പറ്റി? മോള് ചായം കൊണ്ട് വന്നതാ, പെട്ടെന്ന് തല കറങ്ങി വീണു. പ്രിയേ, പ്രിയങ്ക, പ്രിയേ, എന്താ പ്രിയങ്ക, മോളെ? പ്രിയങ്ക. പ്രിയേ, മോളെ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. പ്രിയങ്ക, പ്രിയങ്ക, പ്രിയങ്ക. പ്രിയേ, ഏയ് പ്രിയങ്ക. പ്രിയേ, പ്രിയേ, കിടത്താ അവിടെ. വരുൺ, വരുൺ, വരുൺ കുറച്ചു ദിവസം ഇവിടുന്ന് മാറി നിൽക്കുന്നു പറഞ്ഞപ്പോ എനിക്ക് ഇന്നലെ ഉറങ്ങാനേ പറ്റിയില്ല. അതാ ഞാൻ പെട്ടെന്നിങ്ങനെ. ഉറങ്ങാതെ ഇരുന്നത് തെറ്റ്. പക്ഷെ ഭർത്താവ് കുറച്ചു ദിവസം മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോ ഇങ്ങനെ ടെൻഷനാകുന്ന ഭാര്യ ഏതൊരു പുരുഷന്റെയും ഭാഗ്യമാണ്, അല്ലടാ? എന്നാലും ഈ നേരത്തെ ഇങ്ങനൊരു തലയിറക്കം. വരുൺ, ഇവൾ നിനക്ക് തരുന്ന സ്നേഹത്തിന്റെ ഇരട്ടി നീ തിരിച്ചു കൊടുക്കണം. അത് മറക്കണ്ട. അച്ഛൻ ഇവിടെ ഉണ്ടായ മുത്തശ്ശി എല്ലാ അച്ഛനോട് പറയും. മോളെ വാ, എഴുന്നേക്ക്, അകത്ത് പോയി കുറച്ചേരം കിടക്കാം. വാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഇപ്പൊ നേരെയായി. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? എന്തായാലും മോള് ചോദിക്ക്. ഏട്ടന്റെയും വരുണിന്റെയും കൂടെ അച്ഛൻ കൂടി പോവോ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക്? അതെന്തിനാ? അച്ഛൻ വരുണിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് എനിക്കൊരു സമാധാനമോ.
ആ എൻ്റെ കൂടെ ഏട്ടനുണ്ടല്ലോ, പിന്നെ എന്തിനാ അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞേ ഉള്ളൂ, അച്ഛന് പോവാൻ പറ്റില്ലെങ്കിൽ വേണ്ട. പോകാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ മോള് സിൻസിയറായിട്ട് പറഞ്ഞ കാര്യം അച്ഛൻ തള്ളിക്കളയുന്നില്ല. വരുൺ, നിങ്ങളുടെ കൂടെ ഞാനും വരുന്നു. അച്ഛാ അവിടെ നിന്നേ. മുത്തശ്ശി, നിങ്ങൾ ആരോടും ഒന്നും പറയില്ല. നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താ ഈ പ്രിയങ്ക. വരുൺ പോകുന്നതിന് ഞാനെന്തിനാ എത്ര ടെൻഷനാകുന്നേ? പോയിക്കോട്ടെ, എവിടെയാണെന്ന് വെച്ചാ പോയിക്കോട്ടെ. എന്തിനാ ഇപ്പൊ ഈ പോക്ക്? വേണ്ടെന്ന് വെച്ചൂടെ? പോയാ പിന്നെ ഞാനിങ്ങനെ കാണാം. ഇത് തന്നെയാ എന്റെയും പ്രശ്നം. ഞാൻ പോയാ പിന്നെ നമ്മൾ തമ്മിൽ എങ്ങനെ കാണുക? എന്റെ മനസ്സിലതൊന്നും അല്ല. ആരാ പറഞ്ഞ? പിന്നെ എന്തായിരുന്നു? അത് പിന്നെ വേറെ എന്തോരം കാര്യങ്ങളുണ്ട്. വേറെ കാര്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ശരിയായിട്ടുള്ള കാര്യം ഇതാ. അതെ, കുഴപ്പമില്ലടോ. എത്ര ദൂരത്തായാലും നമ്മുടെ മനസ്സിനുള്ളിൽ സ്നേഹം ഇതുപോലെ തന്നെ ഉണ്ടാവും. എന്ത് സ്നേഹം? ആരുടെ സ്നേഹം? പെണ്ണേ, എന്നെ ഓർത്ത് മനസ്സൊരുക്കി ഒരു യാത്ര പോകാൻ നിൽക്കുന്നതിനിടയിൽ നീ കുറുമ്പൂടെ കാണിച്ചോണ്ടല്ലോ, ഒറ്റ അടി ഞാൻ അങ്ങോട്ട് വെച്ച് തരും. അതെ, ഇങ്ങോട്ടോ, ദേഷ്യം കാണിച്ച് എന്നെ പറ്റിക്കാനൊന്നും നിൽക്കണ്ട. എനിക്കറിയാം പിരിയാൻ നിനക്ക് ബുദ്ധിമുട്ടാണെന്ന്. എന്ത് ബുദ്ധിമുട്ട്? തിരിച്ചു വരുന്നത് വരെ ഒരു മുദ്രയായിട്ട് അതവിടെ കടന്നോട്ടെ. ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കാൻ. ആ അതെ, ഈ ഒളിച്ചുകളിയൊക്കെ നമുക്ക് നിർത്താറായി കേട്ടോ. ഞാൻ അതിനുള്ള ഒരുക്കത്തില്ല. പോയിട്ട് വരാം. കുറെ കാലത്തിന് ശേഷം അച്ഛനും വരണം ഒരുമിച്ചൊരു യാത്ര. എത്ര ദിവസം അറിയില്ല. താനിവിടെ ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ? ഞാനിവിടെ ഓക്കെ ആയിരിക്കില്ല സൂര്യ. എന്തുപറ്റി? ഞാൻ കരുതി സൂര്യയുടെ അസുഖം മാറി പുതിയ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഞാനും കൂടെ ഉണ്ടായിരിക്കുമെന്ന്. എന്നാലും എന്നോടൊരു വാക്ക് ചോദിച്ചില്ലല്ലോ പോരുന്നോന്ന്. എടോ, തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ആ, ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ?
നിങ്ങൾ എന്തായാലും പോയിട്ട് വാ. ഹേയ്, താൻ സിൻസിയർ ആയിട്ടാണ് ആഗ്രഹിച്ചെങ്കിൽ അത് പ്രാക്ടിക്കൽ ആക്കിയല്ലേ പറ്റൂ. ശരിക്കും പറ, താൻ ആഗ്രഹിച്ചിരുന്നോ? ശരിക്കും ആഗ്രഹമുണ്ടോ തനിക്ക് വരാൻ? ഉണ്ട് സൂര്യ. നമ്മുടെ എസ്റ്റേറ്റും അവിടുത്തെ പരിസരങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടം. മുൻപൊരിക്കൽ നമ്മൾ അവിടെ പോയിരുന്നത് ഓർമ്മയില്ലേ? അന്ന് ഞാൻ എന്ത് ക്രൂരമായിട്ടാ സൂര്യയോട് പെരുമാറിയിരുന്നേ. അതൊക്കെ തിരുത്താൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ. അതെ, തിരുത്തലിനോ മാപ്പുറച്ചിലിനോ വേണ്ടി വരണ്ട. അതൊക്കെ ഞാൻ മറന്നു കളഞ്ഞ കാര്യങ്ങളാ. പക്ഷേ ഇപ്പൊ താൻ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യ. താൻ റെഡി ആയിക്കോ. അല്ല, അച്ഛനോടും വരുണിനോടും ചോദിക്കാതെ. തനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, താൻ എൻ്റെ ഒപ്പം വരുന്നെന്ന് പറയണം. അവരെന്ത് പറയാനാ? താൻ റെഡി ആയിക്കോ. താങ്ക് യു സൂര്യ, താങ്ക് യു വെരി മച്ച്. നന്ദി ഞാൻ തന്നോടാ പറയണ്ടേ ഈ യാത്ര ഇത്ര ഇൻട്രസ്റ്റിംഗ് ആക്കിയതിന്. ഞാനിപ്പോ വരാം. കണിമംഗലത്തിന്റെ അടുത്ത അവകാശി ആദ്യം ഈ വീട്ടിൽ പിറക്കുന്ന കുഞ്ഞ. എനിക്ക് ആ കുഞ്ഞിന്റെ അമ്മയാവണം, രാജകുമാരന്റെ അമ്മ. ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ?